അടിപൊളി സ്വാദ്. നമസ്കാരം. അടിപൊളി സ്വാദിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മുടെ മത്സരത്തിൻ്റെ സമയമാണ്. ഇത് 5ാം ദിവസത്തെ മത്സരമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി മത്സരിച്ചവരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ തോൽപ്പിക്കാനാകുമോ ആകില്ലേ എന്നുള്ള പ്രതീക്ഷയിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ പുതിയ കണ്ടസ്റ്റൻ്റ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. പേരെന്താണ്? റുവൈദ. നാട്? പാണാവള്ളി. പാണാവള്ളി എന്ന് പറയുമ്പോൾ ഇവിടെ ചേർത്തല തന്നെയാണ്? ചേർത്തല താലൂക്ക് ചേർത്തല. പാണാവള്ളി. ശരി. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? ഉമ്മ, ഹസ്ബൻഡ്, 2 കുട്ടികൾ. 2 കുട്ടികളൊക്കെ? കുട്ടികൾ ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരി. ടെൻഷനൊന്നും ഇല്ലല്ലോ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ടെൻഷൻ അങ്ങ് മാറും. എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ? ചട്ടിപ്പത്തിരി. ചട്ടിയോടെ? ചട്ടിപ്പത്തിരി സ്റ്റീം ചെയ്തത്. ഓ, അങ്ങനെ. പിന്നെ ചട്ടിയുടെ ആവശ്യമില്ല. ചട്ടിയുടെ കാര്യമില്ല. അത് ശരി. അപ്പോൾ ഇത് ഇഡ്ഡലി കൂട്ടായിരിക്കുന്നത്? അതാ സ്റ്റീം ചെയ്യാനുള്ള. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇരിക്കുന്നത്? ശരി. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടമ്മയാണ്. അപ്പോൾ എന്തായാലും ശരി തന്നെ. വീട്ടമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. 15 മിനിറ്റാണ് സമയം അറിയാമല്ലോ? അറിയാം. പ്രോഗ്രാം കാണാറുണ്ടോ? ഇത് എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഇത് കണ്ട വിഭവങ്ങൾ എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കിയില്ല. നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ഇത് ആൾക്കാർ ആദ്യം പരീക്ഷിക്കട്ടെ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം ആരംഭിക്കുകയാണ്. 15 മിനിറ്റാണ് സമയം. കറക്റ്റ് ടൈമുണ്ട്. നമുക്ക് തുടങ്ങാം. സമയം ആരംഭിക്കും. എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞോളേ. മുട്ട. എത്ര മുട്ട? അതൊക്കെ പറയണം. 8 മുട്ട. 8 മുട്ട, 8 ചപ്പാത്തി, മൈദയുടെ ചപ്പാത്തി. സാധാരണ ചപ്പാത്തി ആട്ടപ്പൊടി ഉണ്ടല്ലോ ഉണ്ടാക്കാറ്. ഇത് മൈദയുടെ ചപ്പാത്തിയാണ്. ചപ്പാത്തി കഷ്ണിച്ചിട്ടിരിക്കുന്ന. ചപ്പാത്തി കഷ്ണിച്ചിട്ടിരിക്കുന്ന ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ഇത്തിരി ലേശം കരിഞ്ജീരകം ചേർക്കും. കരിഞ്ജീരകം ചേർത്തിട്ടാണ് മാവ് കുഴച്ച് പരത്തുന്നത്. ആ പരത്തി ചുട്ടു വരുമ്പോൾ കരിഞ്ജീരകം പുറമെ ഇങ്ങനെ ഉണ്ടാവും. ഇത് 8 ചപ്പാത്തിയാണ്. ഈ ഓരോ ചപ്പാത്തി ചുട്ട് വെക്കുമ്പോഴും അതിന്റെ പുറമെ ലേശം നെയ്യ് പരത്തും. നെയ്യ് പരത്തിയിട്ടാണ് അടുത്ത ചപ്പാത്തി അടുക്കുന്നത്. എന്നിട്ട് മൊത്തം അടുക്കി വെച്ചിട്ട് കഷ്ണിക്കും. കത്തി വെച്ച് കഷ്ണിച്ച് ഇങ്ങനെ ഈ രൂപത്തിലാക്കുന്ന. എന്നിട്ട് ഇത് മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്യും. ഈ 8 മുട്ട ഉടച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയാണിത്. ഇതിനകത്ത് പഞ്ചസാരപ്പൊടി 200 ഗ്രാം പഞ്ചസാരപ്പൊടി മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഈ 8 ചപ്പാത്തിയും ഇതിനകത്ത് മിക്സ് ചെയ്യും. 8 ചപ്പാത്തി 8 മുട്ട. 8 മുട്ട 200 ഗ്രാം പഞ്ചസാരപ്പൊടി ഇതിനകത്ത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് 1/2 ഗ്ലാസ് പാലൊഴിക്കും. പാല് 1/2 ഗ്ലാസ് പാലൊഴിക്കും. 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇടും. 1 സ്പൂൺ കരിഞ്ജീരകം ഇടും. 1 സ്പൂൺ നെയ്യ് ഒഴിക്കും. ഇത്ര ഒഴിച്ചിട്ട് കലക്കി അതിനകത്ത് ആവി. അതാണ് സംഭവം. പക്ഷെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ. ചപ്പാത്തി ഉണ്ടാക്കുന്ന കണ്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. കാരണം ഇത് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്? അപ്പോൾ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ സമയം കിട്ടണം. സമയം തരത്തില്ലല്ലോ. അതിപ്പോൾ എൻ്റെ തെറ്റാണ് കേട്ടോ. അതെ. അത് മിസ്റ്റേക്ക് എൻ്റെതായി മാറി. ഇവിടുന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ല നമുക്ക്. ആവില്ലെന്ന് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതെ, അങ്ങനെ രക്ഷപ്പെടരുതല്ലോ. അതെ. അതിൽ 8 മുട്ട പൊട്ടിച്ചൊഴിച്ചു. പഞ്ചസാര പൊടിച്ചതും ചേർത്തു. ഇപ്പോൾ കുറച്ച് പാലൂടെ ചേർത്തുകൊണ്ടിരിക്കുന്നു. എന്താ ചേർത്തെന്ന് പറഞ്ഞില്ല? ഏലക്കാപ്പൊടി. 1 സ്പൂൺ കരിഞ്ജീരകം. അങ്ങനെ വരട്ടെ. കയറി വാ അല്ലേ? കുട്ടികളാരും വന്നിട്ടില്ല? കുട്ടികളുടെ മൂത്തയാൾ വന്നിട്ടുണ്ട്. അതിനെവിടെ? ആരും വന്നില്ലെന്ന് പറഞ്ഞു? ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. ഒന്ന് വിളിക്ക്. പേരെന്താണ്? ഇർഷാദ്. ഈ പാത്രത്തിലാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാത്രത്തിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്ത് വാഴയില വെച്ചിരിക്കുവാണ്. ഈ വാഴയിലക്കകത്തേക്ക് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് ഈ ഇതിലേക്ക് പരത്തും. കാരണം ഇല്ലെങ്കിൽ ഇത് വിട്ട് കിട്ടത്തില്ല, ഒട്ടിപ്പിടിച്ചു പോകും. ഈ പാത്രം ഇതിനകത്ത് എടുത്തു വെച്ചിട്ട് ഈ മുട്ട ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ വെക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇതാണ് ചട്ടിപ്പത്തിരി അല്ലേ?